$500 ഫ്രം എ സിംഗിൾ ട്രേഡ്. ആ ഒരു ട്രേഡിന്റെ ബ്രേക്ക് ഡൗൺ ആണ് ഇന്നത്തെ വീഡിയോ. ഹലോ ഗൈസ്, ഐ എം ബാക്ക് വിത്ത് എ ട്രേഡ് ബ്രേക്ക് ഡൗൺ വീഡിയോ. നമ്മൾ കോൺസെപ്റ്റ്സ് മാത്രം പഠിച്ചാൽ പോരല്ലോ, അത് വെച്ച് ചാർട്ടിൽ അപ്ലൈ ചെയ്ത് എങ്ങനെ ട്രേഡ് എടുക്കാം, അല്ലെങ്കിൽ ഞാൻ എടുത്ത ട്രേഡ്സിന്റെ ബ്രേക്ക് ഡൗൺസ് കൂടെ ചെയ്യാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നി. ദാറ്റ്സ് വൈ ഐ ആം ഹിയർ വിത്ത് എ ട്രേഡ് ബ്രേക്ക് ഡൗൺ. ഓക്കെ, ഞാൻ ഇന്നലെ ക്രിപ്റ്റോയിൽ കൈറ്റ് USDT എന്ന് പറയുന്ന ഒരു AI കോയിനിൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബ്രേക്ക് ഡൗൺ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, കൈറ്റിന്റെ USDTയുടെ അതായത് ബേസിക് ഫണ്ടമെന്റൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു AI പ്രോജക്റ്റ് ആണ്. ഓക്കെ, ദിസ് പ്രോജക്റ്റ് വാസ് ഫൗണ്ടഡ് ബൈ എഞ്ചിനീയേഴ്സ് വിത്ത് ബാക്ക്ഗ്രൗണ്ട് അറ്റ് Databricks ആൻഡ് ഊബർ. ഓക്കെ, Databricksലും ഊബറിലും ബാക്ക്ഗ്രൗണ്ട് ഉള്ള എഞ്ചിനീയേഴ്സ് ഫൗണ്ട് ചെയ്ത ഒരു AI പ്രോജക്റ്റ് ആണ് കൈറ്റ് USDT എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ കൈറ്റിന് നമുക്ക് ഫണ്ട് റേസ് ചെയ്തിട്ടുള്ളത് പേപ്പാൽ, കോയിൻ ബേസ് വെഞ്ചേഴ്സ്, ജനറൽ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന കമ്പനീസിൽ നിന്നാണ് ഇവർ ഫണ്ട് റേസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ അറിയണമോ ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത് വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഒന്നും നോക്കാറില്ല. ആൻഡ് ഇതിന്റെ യൂസ് അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക് ആണെന്നുണ്ടെങ്കിൽ ഗൂഗിളിലോ ChatGPTയിലൊക്കെ നോക്കാവുന്നതാണ്. ഇറ്റ് വോണ്ട് ഹെൽപ്പ്, ബട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നോക്കാം. ഇൻട്രാഡേ ട്രേഡ് എടുക്കുന്നവർക്ക് ഫണ്ടമെന്റലി ഇതൊക്കെ നോക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ ഇതുവരെ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആസ് സൂൺ ആസ് പോസിബിൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കൈറ്റിലെടുത്ത ട്രേഡിന്റെ അനാലിസിസിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് വീക്ക്ലിയിൽ എന്താണ് ഇതിൽ ഓവറോൾ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഇതിലൊരു ഡൗൺ ട്രെൻഡ് ആണ്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഹിയർ ഇസ് വാട്ട് ഹാപ്പനിങ് ഓവർ ഹിയർ ഈസ് എ ഡൗൺ ട്രെൻഡ്. ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊന്നും നോക്കണ്ട. ഇത് ഞാൻ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു ഡൗൺ ട്രെൻഡ് ആണ്. അത് നല്ല ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റോട് കൂടിയ ഡൗൺ ട്രെൻഡാണ് നടക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 4 ആഴ്ചയായിട്ട് ഇതൊരു റേഞ്ചിനുള്ളിൽ കൺസോൾട്ടേഷനിൽ നിൽക്കുകയാണ്. യു ക്യാൻ സീ ഹിയർ ഡോജി ക്യാൻഡിൽസ് വന്നിട്ടുണ്ട് ആൻഡ് ഇൻവേർട്ടഡ് ഹാമർ. ഓൾസോ ഇപ്പോൾ ഒരു ഗ്രേ സ്റ്റോൺ ഡോജിയാണ് ഫോം ചെയ്ത് നിൽക്കുന്നത്. ആൻഡ് ദർ ഇസ് എ 2 day ആൻഡ് 12 hour മോർ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താവും എന്നുള്ളത്. കറൻ്റ്ലി ഇറ്റ്സ് എ ഇൻഡിസിഷൻ ഫേസ്, റൈറ്റ്? സോ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇതിലൊരു പാറ്റേൺ ഫോം ചെയ്ത്, അതായത് ഇതിൽ നിങ്ങളിപ്പോൾ ഒരു ഔട്ടർ ലുക്ക് നോക്കുന്ന സമയത്ത് ദർ ഇസ് എ പാറ്റേൺ. ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഇതിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ബിക്കോസ് അത് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ഒന്നും തരുന്നത് ശരിയല്ല. അതുകൊണ്ടാണ്. വി ക്യാൻ ഗോ ടു ദ ട്രേഡ് ബ്രേക്ക് ഡൗൺ. ഇപ്പോൾ നമുക്ക് വീക്കിലിയുള്ള ഓവറോൾ അനാലിസിസ് മനസ്സിലായി. ഇനി ഡെയിലി ക്യാനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡെയിലിയിൽ നമ്മൾ ഡെയിലിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആ പാറ്റേൺ മനസ്സിലാവും. ദിസ് ഇസ് പ്യുവർലി ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. പക്ഷേ മോസ്റ്റ്ലി അത് ഹെൽപ്ഫുൾ ആവുക ഇൻവെസ്റ്റേഴ്സിനായിരിക്കും. യു ക്യാൻ സീ ഹിയർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെയിലിയിൽ വരുന്ന സമയത്ത് എന്ത് മനസ്സിലാകുന്നു? നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഒന്ന് ആക്സസ് ചെയ്യാൻ നോക്കിയേ. ഇപ്പോൾ ഇവിടെ ഒരു ഡൗൺ ട്രെൻഡ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രം ഹിയർ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡൗൺ ട്രെൻഡ്, ഒരു പുൾ ബാക്ക്, ലോവർ ഹൈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് ഡൗൺ ട്രെൻഡിലേക്ക് പോയിട്ട് പിന്നെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് എ ട്രെൻഡ് റിവേഴ്സൽ, ബിക്കോസ് ഈ ഒരു പോയിന്റിൽ നിന്ന് എന്തെടുത്തിട്ടുണ്ട്? റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു പ്യുവർ റിജക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. യു ക്യാൻ സീ ഓവർ ഹിയർ. ഈ ഒരു പോയിന്റിൽ നിന്ന് റിജക്ഷൻ എടുത്തിട്ടുണ്ട് അല്ലേ? ആ റിജക്ഷൻ എടുത്ത ഓവറോൾ മാർക്കറ്റിന്റെ ട്രെൻഡ് ഡൗൺ ആണ്. സോ ആ റിജക്ഷനും കൂടെ എടുത്തപ്പോഴേക്കും നമുക്കൊന്നും കൂടെ സ്ട്രോങ്ങർ ആയിട്ടുണ്ട്. ആൻഡ് അവിടെ നിന്ന് ലോവർ ഹൈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് വീണ്ടും താഴേക്ക് വന്നു. ഞാൻ വീക്ക്ലി ചാർട്ട് എടുത്ത സമയത്ത് നിങ്ങളടുത്ത് ഈ ഓർഡർ ബ്ലോക്സ് ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. ആൻഡ് സ്റ്റിൽ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ദിസ് ഇസ് എ ഓർഡർ ബ്ലോക്ക്, റൈറ്റ്? ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ നമ്മൾ ഡെയിലി ക്യാൻഡിലിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് റെസ്പെക്ട് ചെയ്തിട്ട്, ടാപ്പ് ചെയ്തിട്ടില്ല ബട്ട് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇവിടെ നിന്ന് ഇതൊരു മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. അതിന് താഴെ നിന്ന് ലിക്വിഡിറ്റി എടുത്താണ് മുകളിലേക്ക് കയറിയിരിക്കുന്നത്. ഈ ഒരു എൻ്റെ വ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ടാപ്പ് ചെയ്താൽ മാത്രമേ മുകളിലേക്കുള്ള ട്രേഡ്സ് എനിക്ക് നോക്കാൻ പറ്റൂ. ഓവറോൾ ട്രെൻഡ് ബെയറിഷ് ആണ്. ബട്ട് റിസ്കി ട്രേഡ്സ്, കൗണ്ടർ ട്രേഡ്സ് എടുക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഐ ആം വൺ പേഴ്സൺ ഇൻ ദാറ്റ്. ബിക്കോസ് ഞാൻ അങ്ങനെ ട്രേഡ്സ് കുറേ ടൈമൊന്നും ഹോൾഡ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. സ്കാൽപ്പിംഗ് ആണ് മോസ്റ്റ്ലി സ്കാൽപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങനെ ട്രെൻഡിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഈ ഒരു ഇതിൽ വന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഇതിൽ വലിയ പെർസെൻറ്റേജ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു പെർസെൻറ്റേജ് എടുത്താൽ മതി. ഈ ഒരു എൻ്റെ പ്ലാൻ വാസ് ലൈക്ക് ജസ്റ്റ് ഹാവ് എ 4%. ഈ ഒരു പെർസെൻറ്റേജ് മാത്രം എടുത്ത് ഇറങ്ങുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ഓവറോൾ ഡെയിലിയിലെ ട്രെൻഡ് നോക്കണം എന്ന നിർബന്ധമില്ല. ആൻഡ് നോക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ക്യാൻഡിലോട് കൂടി ട്രെൻഡ് നമുക്ക് ബുള്ളിഷ് ആവാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് അതിനെപ്പറ്റി ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ എൻട്രി എടുക്കാത്തത്. ഓക്കെ, ബേസിക്കലി അത്രയേ ഉള്ളൂ. ദാറ്റ് വാസ് നോട്ട് മൈ സെറ്റപ്പ് ഓൾസോ.
അതിനുശേഷം ഈ ഒരു റേഞ്ചിനാണ് ഇവിടെ മോസ്റ്റ്ലി പ്രാധാന്യമുള്ള സംഭവം എന്ന് പറയുന്നത്. ഈ ഒരു റേഞ്ച് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ലിക്വിഡിറ്റി എടുത്ത് മുകളിലേക്ക് കയറി മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ഫേസിലേക്ക് പോയ ശേഷം അവിടെ നിന്ന് റെസിസ്റ്റൻസ് ആൻഡ് ഇവിടെ നല്ല രീതിയിൽ ലിക്വിഡിറ്റി എടുത്ത് താഴേക്ക് ഇറങ്ങി ആ ഒരു റെസിസ്റ്റൻസിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് താഴേക്ക് ഇറങ്ങി ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് 4 ഹവറിലേക്ക് പോകുമ്പോൾ 4 ഹവറിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? 4 ഹവറിൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയറർ പിക്ചേഴ്സ് കിട്ടും കേട്ടോ. നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഞാൻ പറഞ്ഞില്ല ലോവർ ഹൈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് പോയി എന്നുള്ളത്. അത് നമുക്ക് ഡെയിലിയിൽ നോക്കുമ്പോൾ ലോവർ ഹൈ ലോവർ ലോ ഭയങ്കരമായിട്ട് കാണാൻ പറ്റില്ല ഡീറ്റെയിൽ ആയിട്ട്. ആൻഡ് ഹിയർ നമുക്കത് കാണാൻ പറ്റും. ഇവിടെ നിന്ന് മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു മാർക്കറ്റിൻ്റെ MSS സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ടില്ല. ബിക്കോസ് എൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതിൽ ടാപ്പ് ചെയ്യണം. ഇതിൽ ടാപ്പ് ചെയ്തിട്ടില്ലാത്ത എടുത്തോളം കാലം മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും താഴെ വന്ന് ടാപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇത് എൻ്റെ മാത്രം വ്യൂ ആണ്. ഓക്കെ, ഇത് ബെയർലി നിങ്ങൾ വിശ്വസിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. ജസ്റ്റ് മൈ ഓൺ വ്യൂ. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? ഈ ഒരു കൺസോൾട്ടേഷൻ അല്ല, ഈ ഒരു റേഞ്ചിനുള്ളിലാണ് ഉള്ളത്. ഓക്കെ, അതിനുശേഷം ഞാൻ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ഈ 4 ഹവറിലെ ഓർഡർ ബ്ലോക്കും 1 ഹവറിലെ ഓർഡർ ബ്ലോക്കും. ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു പുൾ ബാക്ക് നടത്തി. ഈ ഒരു പുൾ ബാക്കിന് ശേഷം ഒരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഐഡൻറ്റിഫൈ ചെയ്തത്. അതായത് ഈ താഴേക്ക് വന്ന ശേഷം മാർക്കറ്റ് മുകളിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് 4 ഹവറിലുള്ള നമ്മുടെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്ത് താഴേക്ക് വന്ന് ഇവിടെ TP ആണ് എൻ്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് വാസ് മൈ പ്ലാൻ. പക്ഷേ ഈ മൂവ് എനിക്ക് മിസ്സായി. എനിക്ക് പ്രോപ്പറായിട്ടുള്ള എൻട്രി കിട്ടിയില്ല ആ ടൈമിൽ. അതുകൊണ്ട് ഐ വെയിറ്റഡ്. ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന ശേഷം മാർക്കറ്റ് വീണ്ടും എന്ത് ചെയ്തു? മുകളിലേക്ക് കയറി അല്ലേ? മാർക്കറ്റ് മുകളിലേക്ക് കയറി. ആൻഡ് ഐ നോ ദാറ്റ് വീണ്ടും മാർക്കറ്റ് ഇതിൽ വന്ന് ടാപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞ നേരത്തെ ഇതിൽ വന്ന് ടാപ്പ് ചെയ്യും എന്നുള്ള ഒരു സംഭവം എനിക്കൊരു ഇൻഡ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് ഐ വെയിറ്റഡ്. ഐ ഹോപ്പ് ഈ ഒരു 4 ഹവറിൽ നിന്ന് മാർക്കറ്റ് റിജക്ഷൻ വീണ്ടും എടുക്കും. അതായത് ഇവിടുന്ന് റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും മാർക്കറ്റ് താഴേക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് വരുമെന്നുള്ളതാണ് എൻ്റെ വ്യൂ. ആൻഡ് ഹോപ്പ്ഫുള്ളി നമുക്കിവിടെ നിന്ന് നല്ലൊരു റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ആ റിജക്ഷൻ നിങ്ങൾ കാണണം. ഈ 4 ഹവറിൽ വന്ന ശേഷം ഈ നല്ലൊരു റെഡ് ക്യാൻഡിൽ അവിടെ ഫോം ആയിട്ടുണ്ട് അല്ലേ? ഈ റെഡ് ക്യാൻഡിൽ ഫോം ആയ ശേഷമാണ് ഞാൻ എൻട്രി എടുത്തത്. ഹിയർ ഓൺ 50 മിനിറ്റ് ഈ ഒരു റിജക്ഷൻ ക്യാൻഡിലിന് ശേഷമുള്ള ജസ്റ്റ് ഐ എം മൂവിങ് ദിസ് ഫ്രോം ഹിയർ. ഈ ഒരു റിജക്ഷൻ ക്യാൻഡിലിന് ശേഷമുള്ള ഈ ഒരു ക്യാൻഡിലാണ് ഞാൻ എൻട്രി എടുക്കുന്നത്. ഓക്കെ, ഇഫ് ഐ വെയിറ്റഡ്, ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിരുന്നുണ്ട്, ഡെഫിനറ്റ്ലി ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഈ ഒരു ക്യാൻഡിൽ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഐ നോ ദാറ്റ് എനിക്ക് ആ ഒരു എൻ്റെ ഇൻഡ്യൂഷനും കൂടെ കമ്പൈൻ ചെയ്താണ് ഞാൻ ട്രേഡ്സ് എടുക്കുന്നത്. ആൻഡ് ഇവിടെ നിന്ന് മാർക്കറ്റ് നേരെ ഒന്ന് TP എടുക്കുകയാണ് സംഭവിച്ചത്. പിന്നെ എന്തുകൊണ്ട് ഇവിടെ SL ഇവിടെ TP, അത് മോസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് മുമ്പായിട്ട് ഈ ഒരു ട്രേഡിൻ്റെ റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞാൽ 1:5 ആയിരുന്നു. ഞാൻ റിസ്ക് ചെയ്തത് $100 ആണ്. ഡെമോ അക്കൗണ്ടാണ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ ലൈവ് അക്കൗണ്ട്. എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയത് അറൗണ്ട് $514 ആണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ്. പിന്നെ വൈ TP ഈസ് ഹിയർ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ഫൗണ്ട് ഇത്രയും വലിയൊരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ് നടക്കുന്നതുകൊണ്ട് മാർക്കറ്റ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്യില്ല എന്ന് എനിക്കറിയായിരുന്നു. ഇങ്ങനത്തെ ഇമ്പൾസീവ് മൂവ് അല്ല, ലൈക്ക് നോർമൽ ആയിട്ടുള്ള ഇങ്ങനത്തെ മൂവ് ആയിരുന്നുണ്ടെങ്കിൽ എൻ്റെ ഉറപ്പായും എൻ്റെ TP ഈ ഒരു ലൈനിലായിരുന്നു തന്നെ. പക്ഷേ ഇത്രയും ഇമ്പൾസീവ് മൂവ് ആയതുകൊണ്ടാണ് എനിക്കറിയാമായിരുന്നു ഈ ഒരു സപ്പോർട്ടിൽ വന്നിട്ട് മാർക്കറ്റിലേക്ക് കൺസോളിഡേഷൻ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് TP ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തത്. ആൻഡ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി അത് അവിടെ തന്നെ വന്ന് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റിൽ കൺസോളിഡേഷൻ നടക്കുകയാണ് ചെയ്തത്. ആൻഡ് ഇവിടെ എന്തുകൊണ്ട് SL, അത് ഈസിലി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. 4 ഹവർ ബ്ലോക്കിന് മുകളിലാണ് SL വെക്കേണ്ടത്. ഇഫ് നമ്മുടെ ഈ ഒരു 4 ഹവർ ബ്ലോക്ക് റെസ്പെക്ട് ചെയ്തിട്ടില്ല, ഇവിടെ ഇതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ SL അടിക്കണം. ബിക്കോസ് എങ്കിൽ എൻ്റെ വ്യൂ തെറ്റാണ്. അതുകൊണ്ടാണ് ചെറിയൊരു TPയിൽ ഞാൻ വെച്ചത്. ആൻഡ് 1:5 വാസ് ദ റിസ്ക് റിവാർഡ്. ഓക്കെ, പിന്നെ ഞാൻ ഇതിൽ കൺഫർമേഷൻ ആയിട്ട് വേറെ ഒന്നും എടുത്തിട്ടില്ല. ഇതാണ് എൻ്റെ ഓവറോൾ സെറ്റപ്പ് എന്ന് പറയുന്നത്. EMI ലൈൻ യൂസ് ചെയ്തിട്ടുണ്ട്, അതല്ലാതെ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ആൻഡ് ഈ ഒരു കൈറ്റിൻ്റെ ഈ ഒരു കോയിൻ USDT കോയിനിൽ ഞാൻ ഓൾമോസ്റ്റ് ഫ്രം 6 months ആയിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ ലൈക്ക് മൊമെൻറ്റ്സ് ഒക്കെ കുറച്ച് ഫെമിലിയർ ആണ്. ഓക്കെ, നമ്മളൊരു സംഭവത്തിൽ കുറേ നാൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കതിൽ കുറേ സിമിലാരിറ്റീസ് കാണാൻ പറ്റും. മുമ്പ് ഉണ്ടായിരുന്ന പാറ്റേൺ വീണ്ടും ആവർത്തിക്കുന്നുണ്ടോ അങ്ങനെ. അതുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഒരു ട്രേഡ് എടുത്തതും TP ഇവിടെ വെച്ചതും SL മുകളിൽ വെച്ചതും. ഈവൻ തോ എൻ്റെ SL അടിച്ചിരുന്നുണ്ടെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി ഡു ദ ട്രേഡ് ബ്രേക്ക് ഡൗൺ. ബിക്കോസ് ഇത് അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ് ആണെന്ന് എനിക്ക് തോന്നി. ദാറ്റ്സ് വൈ ഐ ആം ഡൂയിങ് ഇറ്റ് ഹിയർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.